ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ പുതുചരിത്രവുമായി എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. 21-കാരിയായ നേപ്പാൾ സ്വദേശിനി ദുർഗ കാമ്പിയിൽ മസ്തിഷ്കമരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം ഉടൻ സ്പന്ദിച്ചു തുടങ്ങും. മസ്തിഷ്കമരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ അവയവങ്ങൾ ഇനി 7 പേർക്കാണ് പുതുജീവനേകുക. രാവിലെ 10:45 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവങ്ങൾ എടുക്കുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചു. 1:45 ഹൃദയവും 2 വൃക്കകളും കരളും നേത്രപടലങ്ങളും ശേഖരിക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. 2 മണിയോടെ ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക്. 2:55 ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളം ഹയാത്തിലെ ഹെലിപ്പാഡിൽ പറന്നിറങ്ങി. 4 മിനിറ്റിനുള്ളിൽ ജനറൽ ആശുപത്രിയിലേക്ക്. അപൂർവ ജനിതക രോഗം ബാധിച്ച നേപ്പാൾ സ്വദേശിനി ദുർഗയിൽ ഷിബുവിന്റെ ഹൃദയമിടിക്കും. 1 വർഷമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവതി. ഞങ്ങൾ ആശുപത്രിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത്. ഇവർക്ക് വിദേശ വനിത ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം നിയമപരമായ പ്രയോറിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവയവമാറ്റത്തിന് രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്ന കേന്ദ്ര നിയമമടക്കം മറികടന്ന് കോടതി ഉത്തരവ് പ്രകാരമാണ് ദുർഗ ഹൃദയം സ്വീകരിക്കുന്നത്. മലയാളിയായ ഡോക്ടർ മുഖേനയാണ് ദുർഗ കേരളത്തിലേക്ക് എത്തിയത്. ഇതേ രോഗത്തെ തുടർന്ന് ദുർഗയുടെ അമ്മയും മൂത്ത സഹോദരിയും മരിച്ചിരുന്നു. ദുർഗയുടെ സഹോദരനും കേരളത്തോട് നന്ദി പറഞ്ഞു. All this planned by God. Kerala's people are good and yes. ഷിബുവിന്റെ വൃക്കകളും കരളും നേത്രപടലവും ത്വക്കും ദാനം ചെയ്തിട്ടുണ്ട്. ഏറെ കടമ്പകൾ താണ്ടിയാണ് ദുർഗ കാമി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ദുർഗ അതിജീവിക്കുമ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിക്കും ഇത് പുതിയ ചരിത്രം. അഹമ്മദ് മുജിത്തബയ്ക്കും വിബി തടത്തലിനും അഭിശങ്കറിനുമൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1 കൊച്ചി.